നമ്മോട് ആരക്രമം കാണിച്ചാലും അനീതി കാണിച്ചാലും ചതിയും വഞ്ചനയും നടത്തിയാലും അത് നമുക്ക് ഏൽക്കുകയില്ല, അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും. അങ്ങനെ നമുക്ക് വലിയ കാവല് നൽകുന്ന ഒരു ഇസ്മ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. ഇന്ന് ആ ഇസ്മിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ഇസ്മ നമുക്ക് വലിയ കാവലാകും, അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ. ദുസ്വഭാവികളായ, ലഹരിക്കടിമപ്പെട്ട, ചീത്ത സ്വഭാവത്തോടുകൂടെ പറഞ്ഞതനുസരിക്കാതെ, നിസ്കരിക്കാതെ, ദീനനുസരിച്ച് ജീവിക്കാതെ, ഒരു താൻ തോന്നിയ പോലെ, തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ അത്തരം മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറി ദീനീ ചിട്ടയിലായി വളരാനും നിസ്കരിക്കാനും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിക്കും ഈ ഇസ്മ ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ ചെയ്യുന്നത് കൊണ്ട്. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളിലെ ഓരോ ഇസ്മുകൾക്കും ഇതുപോലെ വലിയ വലിയ മഹാന്മാർ അത്ഭുതകരമാകുന്ന ശ്രേഷ്ഠതകളും മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള വേദനകള്, ആ വേദനകളെ ക്ഷമിപ്പിക്കാൻ കഴിയുന്ന അതിവിശിഷ്ടമായ ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് സാധുക്കളായ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള അവസരം ചൊവ്വാഴ്ചകളിൽ മാത്രമാണുള്ളത്. ഈ ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി അടുത്ത ചൊവ്വാഴ്ച ഒരുപക്ഷെ ലീവായിരിക്കും, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ചൊവ്വാഴ്ചയായിരിക്കും. ആ ചൊവ്വാഴ്ചത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ഞായറാഴ്ച 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടി സാധിക്കുക. അപ്പൊ ഏത് ചൊവ്വാഴ്ചയാണ് നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അറിയാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതില് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യും നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്നാണെന്നുള്ളത്. വാട്സപ്പിലാകുമ്പോൾ നമ്മുടെ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. അത് ആർക്കും എപ്പോഴും എങ്ങനെ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ അതിന്റെ പ്രോപ്പറായ സമയത്ത് കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെതായ സമയങ്ങളിൽ വിളിക്കുക, അപ്പോഴാണ് കിട്ടുക. പല ആളുകളും വിളിച്ചിട്ട് കിട്ടുന്നില്ല, കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നമ്മൾ മറ്റു ക്ലാസ്സുകളിലും മറ്റൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും. ഇപ്പോഴും ഫോണിൽ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് എടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷം മാത്രമാണ്. അത് 1-2-3 മണിക്കൂറിനുള്ളിൽ ഏകദേശം ഫുൾ ആവാറുണ്ട്. അതൊക്കെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടുകൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവരെ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ
ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന 99 നാമങ്ങൾ, അതിന് വലിയ ശ്രേഷ്ഠതയുണ്ടെന്നും ആ ഓരോ ഇസ്മുകളെ കൊണ്ടും അമല് ചെയ്യുമ്പോൾ അതിന് വലിയ മഹത്വമുണ്ടെന്നും അത് ഞൊടിയിടയിൽ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മുറാദുകളും ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോസുകൾക്കിടയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കണം. അസ്മാഉൽ ഹുസ്ന മുറുകെ പിടിക്കണം. അത് ഓരോ ദിവസവും ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. എത്ര ദിവസമാണ് നമുക്ക് ദായിമായിട്ട് ചൊല്ലാൻ വേണ്ടി സാധിക്കുന്നത്, അത്രയും ദിവസം അത് ദായിമായി ചൊല്ലണം. അതുകൊണ്ട് അത്ഭുതങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്നൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാന്മാരൊക്കെ അവരവരുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച അനുഭവങ്ങളൊക്കെ പറയുന്നത് കേട്ടാൽ അസ്മാഉൽ ഹുസ്ന കൊണ്ട് മാത്രം നേടിയെടുത്ത എത്രയോ അത്ഭുതങ്ങളുണ്ട്. ഒരു ഇസ്മ അവർ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കും. അവർ കഠിനമായ നോമ്പുകളെടുത്ത് വളരെ ത്യാഗം സഹിച്ച് ഒരുപാട് തവണകളായിട്ട് അസ്മാഉൽ ഹുസ്നയും അതിലെ ചില പ്രത്യേക ഇസ്മുകളും അവരുടെ പേരിനോടും അവരുടെ ആവശ്യത്തിനോടും അതിൻ്റെയൊക്കെ കണക്കനുസരിച്ച് അവർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നവർ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അസ്മാഉൽ ഹുസ്ന കൊണ്ട് അത്ഭുതങ്ങൾ നമുക്കും നേടിയെടുക്കാൻ സാധിക്കും. അതിനതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കണം, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. അസ്മാഉൽ ഹുസ്നയുമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്, അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്മാഉൽ ഹുസ്നയുടെ റിയാള എങ്ങനെയെങ്കിലും പൂർത്തിയാക്കി വീട്ടാൻ ശ്രമിക്കണം. റിയാള പൂർത്തിയാക്കി വീട്ടിയ ഒരാൾ അസ്മാഉൽ ഹുസ്ന കൊണ്ട് അമല് ചെയ്യുമ്പോൾ റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ആൾ അമല് ചെയ്യുന്നതിനേക്കാളും വളരെ സ്പീഡായിട്ട് അതിന്റെ ഫലം അവന് ലഭിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എല്ലാത്തിനും ഉപരി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവിത്രമായ ഇസ്മുകളാണ്, അവന്റെ നാമങ്ങളാണ്. യഥാർത്ഥത്തിൽ ഓരോ ഇസ്മുകളും നാം പറയുമ്പോൾ വിളിക്കുമ്പോൾ അള്ളാഹുവിനെ നേരിട്ട് നാം വിളിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിഷയങ്ങളിലേക്ക് അള്ളാഹു ഇടപെടാനും നമ്മുടെ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനും അത് വലിയ കാരണമായി സംഭവിക്കും എന്നുള്ളതാണ്. മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ടുള്ള ഏതു കാര്യമാണ് സ്വീകരിക്കപ്പെടാത്തത്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുക എന്നുള്ളത് ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്ന മാർഗങ്ങളിൽ ഒരു കാരണം അതാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമേറിയ അൽ മുഖീത്ത് എന്ന് പറയുന്ന നാമത്തിനെ കുറിച്ചാണ്, ഇസ്മിനെ കുറിച്ചാണ്. നമ്മളൊക്കെ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ യാ മുഖീത്തു യാ അല്ലാഹ് എന്ന് പറയാറില്ലേ? ആ മുഖീത്ത്, അൽ മുഖീത്ത് എന്ന് പറയുന്ന നാമം മീമ് ഖാഫാണ്, യാ താ, അൽ മുഖീത്ത് എന്നാണ്. ഖൂത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ മുഖീത്ത് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. മേൽനോട്ടം വഹിക്കുന്നവൻ, ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ, ശിക്ഷകൻ എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ അമൂല്യമായ ഒരു വിശേഷണമാണിത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നവൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഏതെങ്കിലും ഒരു ബിസിനസ്, അതിന്റെ മാനേജിംഗ് ഡയറക്ടർ, അയാൾ ആ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഓരോ ദിവസവും നോക്കി നടത്തുന്നുണ്ടെങ്കിലും അതുക്കുമൊക്കെ മുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടക്കാരന്. അള്ളാഹുവിന്റെ നോട്ടം അതിൽ നിന്ന് ഒരു നിമിഷം മാറുമ്പോഴോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരു വസ്തുവും, അവന്റെ മേൽനോട്ടത്തിലല്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോകുന്നില്ല. ഞാൻ ഈ ചലിപ്പിക്കുന്ന ഈ കൈ വരെ അള്ളാഹുവിന്റെ മേൽനോട്ടത്തിലാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഓരോ അവയവങ്ങളും എല്ലാം അള്ളാഹു നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അള്ളാഹു നമുക്ക് നൽകുന്നതിനനുസരിച്ചാണ് ഒരു വസ്തു നാം ചലിപ്പിക്കുന്നതും. അവന്റെ മേൽനോട്ടത്തിലാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ ഖൂത്ത് എന്ന പദത്തിൽ നിന്നാണ് ഈ പദത്തിനെ എടുത്തിട്ടുള്ളത്, പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ.
അർ റസാഖ് എന്ന് പറയുന്ന ആ ഒരു ഇസ്മ, യാ റസാഖു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മുണ്ടല്ലോ, ആ ഇസ്മിനോട് ഇതിനൊരു ഒരു സാദൃശ്യതയുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ തോന്നും. കാരണം റസാഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയ ഒരു അർത്ഥമുണ്ട്. വിശാലാർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഭക്ഷണം നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം വെക്കാറുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ മുഖീത്ത് എന്ന് പറയുന്നവർ ഇതിലും നമ്മൾ ഭക്ഷണ വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവൻ അർത്ഥം വെച്ചപ്പോ ഏകദേശം ഇത് സാമ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുമെങ്കിലും കൃത്യമായിട്ട് രണ്ടും രണ്ട് രൂപത്തിലാണ്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളിൽ ഒരു നാമത്തിന്റെ അർത്ഥവും മറ്റൊരു നാമത്തിന്റെ അർത്ഥത്തിനോട് തുല്യമായി നിൽക്കുന്ന ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ട് നാമത്തിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു ഇസ്മിന്റെ അർത്ഥവും മറ്റൊരു ഇസ്മിന്റെ അർത്ഥവും ഒരേ അർത്ഥമാണെങ്കിൽ ഒരു ഇസ്മിനെ പറഞ്ഞാൽ പോലെ എന്തിനാ രണ്ട് ഇസ്മിനെ പറയേണ്ട ആവശ്യം? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മുകളും പര്യായ പദങ്ങളല്ല. പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞാല് രണ്ടും ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന പദങ്ങളില്ല. ഫത്താഹ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥമാണ്, റസാഖ് എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ്. അർത്ഥത്തിൽ വ്യത്യാസങ്ങളുണ്ട്, പര്യായ പദങ്ങളായിട്ടൊന്നുമില്ല. അപ്പൊ ഖൂത്ത് എന്ന പദത്തിൽ നിന്നാണ് അൽ മുഖീത്ത് എന്ന പദത്തിനെ നാം എടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഇസ്മു ഉണ്ടായിട്ടുള്ളത് ഖൂത്ത് എന്ന പദത്തിൽ നിന്നാണ്. എന്നാൽ റസാഖ് എന്നുള്ളത് അത് റിസ്ഖ് എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഖൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന്, ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കള്, ഭക്ഷണവസ്തുക്കള് ഇതൊക്കെ നൽകുന്ന അള്ളാഹു എന്നാണ് അർത്ഥം. പക്ഷെ റിസ്ഖ്, റസാഖ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥത്തിൽ ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല, അതിലെല്ലാം ഉൾപ്പെടും. അപ്പൊ അർത്ഥം വ്യത്യാസമായി. രണ്ടിനും രണ്ട് അർത്ഥങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ ഭാഗം ഇത്രയും നാം വിശദീകരിച്ചത്. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെയല്ല എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നത്. ആണോ? ഒരുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹു തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ. വലിയ വലിയ സമ്പന്നരായ ആളുകളൊക്കെ അവരുടെ രാത്രി അത്താഴങ്ങള്, അവരുടെ ഉച്ചക്കുള്ള ഭക്ഷണങ്ങള്, അവരുടെ സുട്ര, അവരുടെ വിശാലമായ രാജകൊട്ടാരം പോലെ വിശാലമായ ഭക്ഷണ വിഭവങ്ങൾ അവർക്കുണ്ടായേക്കാം. പക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചതും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതും രാവിലെ ഭക്ഷണം കഴിച്ചതും വളരെ പ്രയാസത്തോടുകൂടെ ചെറിയ ഇലക്കറികൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിച്ചവരുണ്ടാകും. എന്നാൽ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ, ഭൗതിക സ്ഥാനങ്ങളിലൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകള്, ഫിനാൻഷ്യലി കുറച്ച് കപ്പാസിറ്റി ഉള്ള ആളുകള്, അവർ വിശാലമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ സൃഷ്ടികൾക്ക് ആഹാര വിഭവങ്ങൾ നൽകുന്നത് ഒരേ അനുപാതത്തിലല്ല എന്നുള്ളതാണ്. സുഭിക്ഷമായ നിലയിൽ ഭക്ഷണ വിഭവങ്ങൾ ചില ആളുകൾക്ക് അള്ളാഹു നൽകുമ്പോൾ മറ്റു ചിലർക്ക് അള്ളാഹു പരിമിതമായ രൂപത്തിലാണ് നൽകുന്നത്. അപ്പൊ നമുക്കൊക്കെ അള്ളാഹു നൽകുന്നതിൽ ഖൈറുണ്ട്, അള്ളാഹു നൽകുന്നതിൽ ബറക്കത്തുണ്ട്. ബറക്കത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിലൊക്കെ പ്രാധാന്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നമുക്ക് നൽകുന്നത് എന്തോ അതാണ് നമുക്ക് ഖൈർ, അതിലാണ് നമുക്ക് ബറക്കത്ത് ഉണ്ടാകുക എന്നുള്ളത് നാം മനസ്സിലാക്കണം. വിശപ്പിൽ നിന്നും മോചനം ലഭിക്കാനും ദാരിദ്ര്യം ഇല്ലാതാവാനും അദൃശ്യമായ രൂപത്തിൽ ആഹാരം ലഭിക്കാനും ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഇസ്മിനെ ധാരാളമായി ചൊല്ലിയാൽ മതി. പട്ടിണിപ്പാവങ്ങളായി ജീവിക്കുന്നവര്, ഭക്ഷണത്തിന് ഒരു നേരത്തിന് നമ്മുടെ മക്കൾക്ക് അവർക്ക് നല്ല റാഹത്തുള്ള ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നവര്, നമ്മുടെ മക്കളെ ഇന്ന് ചിക്കൻ വേണമെന്ന് പറയുമ്പോ, ഇന്ന് ബീഫ് വേണമെന്ന് പറയുമ്പോൾ ഒരു ദിവസവും വർഷങ്ങളായിട്ട് ഒരു മട്ടന്റെ ഒരു പീസ് പോലും കഴിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവര്, ഇങ്ങനെ ഭക്ഷണത്തില് സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഈ ഇസ്മ അവരുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അള്ളാഹുവാണ് നൽകുന്നത്. അദൃശ്യമായ രൂപത്തിൽ അതിനുള്ള ഭക്ഷണത്തിനുള്ള എല്ലാ വഴികളും അള്ളാഹു നമുക്ക് തുറന്നു തരും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സജ്ജനങ്ങളുടെയും സായുജ്യം നേടിയവരുടെയും ദിക്റുകളാണിത്. അതുകൊണ്ട് തന്നെ അവകാശങ്ങൾ നേടിയെടുക്കാനും സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനും വല്ലൊരുത്തനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മിനെ പതിവായി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. ഈ നാമം പതിവായി ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഈ ഇസ്മിനെ പതിവായി ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുകൊണ്ട് ഈ ഇസ്മ മുറുകെ പിടിച്ചോ എന്ന് പറയണം. ഈ ഇസ്മിനെ പതിവായി ചൊല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ അക്രമം നടത്തുന്നവര്, അവർക്കെതിരെ ചതി നടത്തുന്നവര്, അവർക്കെതിരെ വഞ്ചന
നടത്തുന്നവര്, അവർക്കെതിരെ അസൂയ വെക്കുന്നവര്, അവർക്കെതിരെ സിഹ്റ് ചെയ്യുന്നവര്, അവർക്കെതിരെ ഐനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, ഇങ്ങനെ തുടങ്ങി ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവരെന്ത് കുതന്ത്രങ്ങൾ നമുക്കെതിരെ പ്രവർത്തിച്ചാലും പ്രയോഗിച്ചാലും അതൊന്നും നമുക്ക് ഏൽക്കുകയില്ല. മറ്റുള്ളവരുടെ വഞ്ചനയിൽ നാം പെടുകയില്ല, മറ്റുള്ളവരുടെ ചതികളിൽ നാം പെടുകയില്ല. എല്ലാ ചതികളെ തൊട്ടും വഞ്ചനകളെ തൊട്ടും ഇത്തരം ശത്രുതകളെ തൊട്ടൊക്കെ വലിയ രക്ഷ ലഭിക്കുന്ന വലിയൊരു ഇസ്മാണ് ഈ ഇസ്മ. ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇസ്മ ഒരാള് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിച്ചാൽ, എന്തെങ്കിലും ചതിപ്രയോഗങ്ങൾ നമ്മുടെ ബിസിനസ്സിനിടയിലോ കച്ചവടങ്ങൾക്കിടയിലോ കുടുംബ ജീവിതത്തിലോ മറ്റോ ഒക്കെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത്തരം ചതിപ്രയോഗങ്ങൾ അവർ ചെയ്യുന്ന മുറക്ക് തന്നെ അത് അവർക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളതാണ്. ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചടിക്കണേ എന്ന രൂപത്തിലുള്ള ചിന്തകൾ വരാൻ പാടില്ല. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിയന്ത്രിക്കുന്നത്. അല്ലാഹു തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പോ നമ്മൾ ഈ ഇസ്മ പതിവാക്കുക. അപ്പൊ അത്തരം വിഷയങ്ങളൊന്നും നമ്മെ ഏൽക്കുകയില്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിന് കവേർഡായിട്ട് ഒരു നല്ലൊരു ഹൈഫുൾ നമുക്ക് ലഭിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ഇസ്മിനെ ബിസിനസ്സുകാര്, അതേപോലെ വീട്ടിലെ ഗൃഹനാഥരൊക്കെ ആയിട്ടുള്ള ആളുകള്, ശത്രുതാ മനോഭാവത്തിന്റെ ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകള്, പരസ്പരം കണ്ടുകൂടാത്തവരും തൊട്ടുകൂടാത്തവരൊക്കെ, അങ്ങനെയുള്ള ആളുകൾ എന്ന് ഞാൻ പ്രയോഗിച്ചു പറഞ്ഞതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കാൻ മടിക്കുന്ന ആളുകള്, അത്തരം ആളുകളുടെ ഭാഗത്തു നിന്നുള്ളൊക്കെ ചതിപ്രയോഗങ്ങൾ, അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ചില ക്രോധങ്ങൾ, ഇതിനെ തൊട്ടൊക്കെ തടയാനും അത് അവരിലേക്ക് തന്നെ തിരിച്ചടിക്കാനും ഈ ഇസ്മ ഒരു കാവലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ ഓരോ ഇസ്മുകളെ കുറിച്ചും നാം പഠിക്കുമ്പോൾ അതിന് വലിയ വലിയ ശ്രേഷ്ഠതകളുണ്ട്. ആരുടെയെങ്കിലും ശരീരത്തിലെ തളർച്ച, ക്ഷീണം എന്നിവ ഒഴിവാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമുക്കൊക്കെ ശരീരത്തിന് എപ്പോഴും ക്ഷീണമുള്ളവരുണ്ടാകും. സ്ഥിരമായി വർക്ക് ചെയ്യാൻ കഴിയാത്തവര്, സ്ഥിരമായി പണിയെടുക്കാൻ കഴിയാത്തവര്, അടുക്കളയിൽ എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്ക് അവർക്ക് ക്ഷീണം വരികയാണ്. പിന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിൽ തുടർച്ചയായി 2-3 മണിക്കൂർ ജോലി ചെയ്യുമ്പോഴേക്ക് ക്ഷീണം വരുന്നു. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അസ്മാഉൽ ഹുസ്നയിലെ പവിത്രമായ മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മ, അൽ മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മ, അതിനെ യാ എന്ന നിദാഇന്റെ അക്ഷരം, വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിനാണ് നിദാഇന്റെ അക്ഷരം എന്ന് പറയാം. ആ വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമായ യാ എന്ന് പറയുന്ന അക്ഷരം ചേർത്തിയിട്ട് യാ മുഖീത്തു യാ അല്ലാഹ്, യാ മുഖീത്തു യാ അല്ലാഹ്, യാ മുഖീത്തു യാ അല്ലാഹ് എന്നുള്ള ഈ ഇസ്മ അത് കൃത്യമായ ഒരു എണ്ണം, ഇതിന്റെ അദദ് എന്ന് പറയുന്നത് അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഈ അദദ് അനുസരിച്ച് ചൊല്ലുകയോ അത് ചൊല്ലിയിട്ട് ഊതിയ, ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതിയ വെള്ളം അത് കുടിക്കുകയോ ചെയ്യുക. ഈ വെള്ളം മന്ത്രിച്ചിട്ട് കുടിക്കുന്ന സമയത്ത് 70 തവണയാണ് വെള്ളത്തിൽ മന്ത്രിച്ചൂതേണ്ടത്. ഈ എണ്ണങ്ങളൊക്കെ എഴുതി വെക്കാൻ കഴിയുന്നവരൊക്കെ എഴുതി വെക്കുക. യാ മുഖീത്തു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അത് 70 തവണ വിളിച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് അത് പ്രത്യേകം മന്ത്രിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിനെ ബാധിക്കുന്ന തളർച്ച, ക്ഷീണം തുടങ്ങിയിട്ടുള്ള ശാരീരികമായിട്ട് ശരീരത്തിനെ മുഴുവനും ബാധിക്കുന്ന അത്തരം ക്ഷീണങ്ങളെ തൊട്ടവന് വലിയ ഷിഫാ ലഭിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു യാത്ര പുറപ്പെടുന്ന സമയത്ത് ആ യാത്രയിലുള്ള ക്ലേശങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രയാസങ്ങള്, അപകടങ്ങള്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും യാത്ര സന്തോഷമാകാനും അത് നല്ല റാഹത്തോടുകൂടെ പൂർത്തിയായി തിരിച്ചെത്താനും ഈ ഒരു നാമവും അതേപോലെ തന്നെ സൂറത്തുൽ ഖുറൈശ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖുറൈശ്, ഈ സൂറത്തും ഈ ഒരു നാമവും പ്രത്യേകമായിട്ട് ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ മതി. എന്നാൽ ആ യാത്രയില് ക്ലേശങ്ങൾ ഉണ്ടാകൂല, ആ യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകൂല. യാത്രയിൽ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അല്ലേ? യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഖളാ ആകാൻ പാടില്ല, ഖളാ ആകാനുള്ള സാഹചര്യങ്ങളിലേക്ക് എത്താൻ പാടില്ല. യാത്രകൾ പുറപ്പെടുന്ന യാത്ര ഏതോ ആകട്ടെ, ആ യാത്ര ഹലാലായ അനുവദിക്കപ്പെട്ട യാത്രകളെ പുറപ്പെടാൻ പാടുള്ളൂ. ഹറാമായ ഒരു കാര്യത്തിലേക്കും യാത്ര
ചെയ്യാൻ പാടുള്ളതല്ല. യാത്രയുടെ ഇളവുകളായ ജംഉ ഖസ്ർ തുടങ്ങിയ നിസ്കാരത്തിന് 2 റക്അത്തുള്ള 4 റക്അത്തുള്ള നിസ്കാരത്തിന് 5 റക്അത്ത് 2 റക്അത്തായിട്ട് 4 റക്അത്തുള്ള നിസ്കാരത്തിന് 2 റക്അത്തായിട്ട് ചുരുക്കി നിസ്കരിക്കുന്ന ഖസ്ർ എന്ന ഇളവും ളുഹ്ർ അസ്ർ എന്നുള്ള വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നിസ്കരിക്കേണ്ട നിസ്കാരത്തിന് ഏതെങ്കിലും ഒരു സമയം ളുഹ്റിന്റെ സമയത്തോ അസ്റിന്റെ സമയത്തേക്കോ മാറ്റി മുന്തിച്ചും പിന്തിച്ചും ജംആക്കി നിസ്കരിക്കാനുള്ള ഇളവോ ഇത്തരം ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ യാത്രയിലുടനീളം യാത്രയായി എന്ന കാരണം കൊണ്ട് നമ്മുടെ നിസ്കാരം ഒരു കാരണവശാലും ഖള ആയി പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ യാത്രയുടെ ഇളവുകളൊക്കെ ഉപയോഗപ്പെടുത്തി ഹലാലായ യാത്ര ചെയ്യുന്ന സമയത്ത് നാം ഈ ഇസ്മ യാ മുഖീതു യാ അല്ലാഹ് എന്ന് പറയുന്ന പവിത്രമേറിയ ഇസ്മും സൂറത്തുൽ ഖുറൈശ് ലിഇലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്തും ധാരാളമായിട്ട് പാരായണം ചെയ്തുകൊണ്ടിരുന്നാൽ യാത്രാ ക്ലേശങ്ങൾ ഉണ്ടാകൂല, യാത്രയിൽ ക്ഷീണങ്ങൾ ഉണ്ടാകൂല, യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാകൂല. ദൂരയാത്രകളൊക്കെ ചെയ്യുന്നവരെ അവർ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുവേദന, കണ്ണുമായി ബന്ധപ്പെട്ട അപ്പൊ ഈ ഒരു അർത്ഥം, ഈ ഒരു ഇസ്മിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. അൽ മുഖീത്ത് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്നവൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ യാത്രയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നോട്ടമൊക്കെ നമുക്കുണ്ടാകാൻ കാരണമാകും. ഈ കണ്ണുവേദന, അതേപോലെ തന്നെ കണ്ണിനുള്ള ഈ ചുവപ്പ്, കണ്ണിലെ ഈ രക്തമിറങ്ങുന്നത് പോലെയുള്ള തിമിരം, കണ്ണിന്റെ തിമിരം, കാഴ്ചശക്തി വിസിബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക, ലോങ് വ്യൂ ഇല്ലാതിരിക്കുക, ഇങ്ങനെ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ടല്ലോ. അതിന്റെ സർജറി പറഞ്ഞ ആളുകള്, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളുകള്, അവര് സ്പെക്സ് വെച്ചിട്ട് തന്നെ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടാത്ത ആളുകള്, കണ്ണുമായി ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങൾക്ക് ഈ മഹത്തായ ഇസ്മ ഷിഫയാകാൻ കാരണമാകുമെന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അതിന് ചെയ്യേണ്ടത് ഈ നാമം 10 തവണ ചൊല്ലിയിട്ട് കണ്ണിൽ തടവുക എന്നുള്ളതാണ്. 10 തവണ ചൊല്ലിയിട്ട് നമ്മുടെ തള്ളവിരലുകളിൽ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതിയിട്ട് അത് നമ്മുടെ കണ്ണുകളിൽ തടവുകയോ, സംസം വെള്ളം പോലെയുള്ള വെള്ളത്തില് സംസം വെള്ളം പോലെയുള്ള വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതിയിട്ട് അതിന്റെ ചെറിയ ഡ്രോപ്സ് എടുത്ത് കണ്ണിലേക്ക് വിരലുകളെ കൊണ്ട് തടവുകയൊക്കെ ചെയ്താൽ അത് വലിയ രോഗങ്ങൾക്കൊക്കെ, കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കൊക്കെ വലിയ കാവലാകും. ഏതെങ്കിലും ഒരു സമയത്ത് രോഗമില്ലാത്തവർക്കും ഇതൊക്കെ ചെയ്തു നോക്കാം. എന്തിനാ രോഗമില്ലാത്തവർ ഇതൊക്കെ ചെയ്യുന്നത്? മേലിൽ രോഗങ്ങളിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ദുസ്വഭാവികളായ മക്കളുണ്ട്, ലഹരിക്കടിമപ്പെട്ടവര്, മദ്യത്തിനടിമപ്പെട്ടവര്, MDMA, LSD, കഞ്ചാവ് പോലെയുള്ള പുതിയ ലോകത്തെ നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത, കാണാൻ സാധിക്കാത്ത, സ്മെല്ലില്ലാത്ത. പണ്ടൊക്കെ മദ്യപിച്ചിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോ, നമ്മുടെ മക്കൾ വരുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാൻഡ്സോ മറ്റോ അവരുടെ വായിൽ വെച്ചവർ വരുമ്പോ അവരുടെ രൂപമാറ്റത്തിൽ നിന്ന്, ഭാവമാറ്റത്തിൽ നിന്നെല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ഇന്ന് MDMA, LSD പോലെയുള്ള പുതിയ കാലത്തെ സിന്തറ്റിക്, സെമി സിന്തറ്റിക് ലഹരി ഉൽപ്പന്നങ്ങൾ, ഇതൊന്നും ഒരാൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഇത്തരം പ്രത്യക്ഷമായി കാണുന്ന ലഹരി വസ്തുക്കളെക്കാൾ ഭീകരമായ അവസ്ഥകളിലൂടെയാണ് ഇത്തരം MDMA, LSD പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് ഉപയോഗിക്കൽ കൊണ്ട്, ഒരു മിനിറ്റ് ഉപയോഗിക്കൽ കൊണ്ട് 8, 9, 24 മണിക്കൂർ ആസക്തിയുള്ള വലിയ വലിയ ഭീമമായ ലഹരി വസ്തുക്കൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന, നമ്മൾ തിരിച്ചറിയാത്ത നമ്മുടെ മക്കളുടെ ഡ്രസ്സൊക്കെ എപ്പോഴോ അലക്കാൻ വേണ്ടി എടുത്തപ്പോഴോ മറ്റുമൊക്കെ സംശയാസ്പദമായി കണ്ടുകിട്ടിയ പലരും നമ്മയൊക്കെ ഫോൺ വിളിച്ച്, എൻ്റെ മക്കൾ ഇങ്ങനെ ലഹരിക്കടിമപ്പെട്ടത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇതുവരെ ഒരു അടയാളം പോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംശയത്തോടു കൂടെ കഴിയുന്നവരുണ്ടല്ലോ. അവർക്കൊക്കെ ഈ ഇസ്മ, ദുസ്വഭാവികളായ മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്ന മക്കള്, അന്യബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന മക്കള്, ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിൽ അന്യ മതസമുദായങ്ങളിൽപ്പെട്ടവര്, സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ഇത്തരം ബന്ധങ്ങൾ ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം ഇത്തരം ബന്ധങ്ങളോ, ഇത്തരം ചേർന്ന് നടക്കലോ, ഇത്തരം ട്രിപ്പുകളോ, അന്യ പെണ്ണുമായി ബന്ധപ്പെട്ട യാത്രയോ ഒന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇത്തരം ബന്ധങ്ങളിലൊക്കെ അടിമപ്പെട്ട പലരും നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. ഉസ്താദ്, എന്റെ മോന് സ്കൂളിൽ പോയിട്ട് ഇത്തരം ഒരു ബന്ധത്തിലാണ്, ഇപ്പൊ പറയുന്നത് അവളെ കല്യാണം കഴിക്കണം എന്നാ പറയുന്നത്, എന്താ ചെയ്യാ? തിരിച്ചും പറയാറുണ്ട്, എന്റെ മോൾ ഇങ്ങനെയാണ്,
ഉസ്താദ് എന്താ ചെയ്യുക, ഒരു മാർഗ്ഗമില്ല, ഞങ്ങൾക്കാണെങ്കിലും ഒരു താല്പര്യമില്ല, ഉപ്പയാണെങ്കിലോ ഇവളുടെ ഉപ്പയാണെങ്കിലോ ഇങ്ങനെ ഒരു ബന്ധം പിന്മാറാൻ പറഞ്ഞിട്ട് പിന്മാറാത്തതിന്റെ പേരിൽ മോളെ കൊല്ലും എന്നാണ് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും നമ്മൾ വിളിച്ചറിയിക്കാറുണ്ട്. ഒരു സ്പിരിച്വൽ വേ ഒന്ന് ചെയ്തു നോക്കൂ, ഒരു ആത്മീയമായ വഴി. ഇതാണ് അതിനുള്ള വഴി. ദുസ്വഭാവികളായ ഇത്തരം മക്കള് ഒരിക്കലും ജീവിതത്തിൽ പകർത്താൻ പാടില്ലാത്ത ഇത്തരം സ്വഭാവങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറാൻ, ഇത്തരം മക്കളുടെ ഈ സ്വഭാവങ്ങളൊക്കെ മാറി നല്ല രൂപത്തിലേക്ക് എത്തിക്കിട്ടാൻ ഇത്തരം ആളുകൾക്കൊക്കെ 550 തവണ, ഇതാണ് അൽ മുഖീത്ത് എന്ന് പറയുന്ന ഇസ്മിന്റെ അദദ് എന്ന് പറയുന്നത് 550 ആണ്. 550 തവണ ഉരുവിട്ട് അത് വെള്ളത്തിൽ പ്രത്യേകം ഊതിയിട്ട് ആ വെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ ദുസ്വഭാവം ഈ ഇസ്മ ഊതിയ വെള്ളം അവരുടെ ഉള്ളിലേക്ക് എത്തലോടുകൂടെ അത് 1, 2, 3 തവണയൊക്കെ ചെയ്ത് നോക്കുക, വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തിക അഭിവൃദ്ധി നേടാൻ ആഗ്രഹിക്കുന്നവര്, അതേപോലെ തന്നെ സമ്പത്തിൽ ബറക്കത്ത് നേടാൻ ആഗ്രഹിക്കുന്നവര് ഈ നാമം ഇതുപോലെ 550 തവണ വെള്ളത്തിൽ മന്ത്രിച്ച് അത് കുടിക്കുന്നതും അത് ചൊല്ലുന്നതൊക്കെ വലിയ ഉപകാരമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ മുഖീത്ത് എന്ന ദിക്റ് പതിവാക്കിയാൽ വലിയ നേട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ നമ്മള്. അപ്പൊ അത്തരം നേട്ടങ്ങളൊക്കെ നമ്മൾ കുറച്ച്, ഇതിന്റെ വിശാലമായ ഭാഗങ്ങളിൽ നിന്ന് വളരെ കുറച്ചാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെയൊക്കെ എല്ലാ അഭിവൃദ്ധിക്കും കാരണമാകുന്ന ഒരു ഇസ്മാണിത്. ഭൗതികവും ആത്മീയവുമായ എല്ലാ വിശാലതയ്ക്കും എല്ലാ ഫുതൂഹാത്തുകൾക്കും എല്ലാ ഖൈറാത്തുകളുടെ വാതായനങ്ങൾ തുറന്നു കിട്ടാനും ഈ ഒരു ഇസ്മ കാരണമാകും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഇസ്മിന്റെ അദദ് എന്ന് പറയുന്നത് 550 ആണ്. ഓരോ ഇസ്മുകൾക്കും ഓരോ അദദ് ഉണ്ട്. ആ അദദ് അനുസരിച്ച് പതിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. മീം എന്ന് പറയുന്നത് 40 ആണ്. ഖാഫ്, പുള്ളിയുള്ള ഖാഫ്, അത് 100 ആണ്. യാ അത് 10 ആണ്. ത അത് 400 ആണ്. അങ്ങനെ ആകെ അത് 550 ആണ് അതിന്റെ അദദ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഇസ്മുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്, ആ മലക്കുകളുടെ കാവല് നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഇതിന്റെ വ്യത്യസ്തങ്ങളായ ദുആകളുണ്ട്, യാ മുഖീത്ത് കൊണ്ടുള്ള ദുആകളുണ്ട്. അതൊന്നും നമ്മൾ ഇത്തരം വീഡിയോസുകളിൽ സമയക്കുറവ് പോലും നമ്മൾ ഇതൊന്നും ഉൾപ്പെടുത്താറില്ല. ഇതുമായി ബന്ധപ്പെട്ട ചില കളങ്ങളുണ്ട്, അതൊന്നും നമ്മൾ ഇത്തരം ഇസ്മുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയാറില്ല. ചുമന്നുകൊണ്ട് നടക്കേണ്ട കളങ്ങളുണ്ട്. ഒക്കെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അസ്മാഉൽ ഹുസ്ന യഥാർത്ഥത്തിൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും 2 തവണ ഓതാൻ കഴിയുന്ന രൂപത്തില് നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസില് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മജ്ലിസുണ്ട്. നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാറുണ്ടോ? ഉള്ളവരെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ മജ്ലിസിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന പതിവാക്കാവുന്നതാണ്. 99 തവണ അസ്മാഉൽ ഹുസ്ന ചൊല്ലേണ്ട രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മജ്ലിസിലൂടെ എല്ലാ ദിവസവും പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് 99 തവണ അസ്മാഉൽ ഹുസ്നയുടെ ഖത്മ് തീർക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. അസ്മാഉൽ ഹുസ്നയുടെ റിയാളയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിയാള പൂർത്തിയാക്കി വീട്ടിയാൽ വലിയ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അസ്മാഉൽ ഹുസ്നയുടെ റിയാള എന്ന് പറയുമ്പോഴേക്ക് അതെന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ഏതു സമയത്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ തന്നെ അസ്മാഉൽ ഹുസ്ന 99 തവണ എന്ന് പറഞ്ഞ് പ്രത്യേകം പറയുന്ന ഒരു വീഡിയോ, 2 വീഡിയോസുകളുണ്ട്. ആ വീഡിയോസുകളിൽ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല റിയാള വീട്ടുമ്പോൾ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും അദദ് എത്രയാണെന്ന് നമുക്ക് തിരിയണം. ഉദാഹരണം പറഞ്ഞാൽ അൽ മുഖീത്ത് എന്നുള്ളതിന്റെ അദദ് 550 ആണെന്ന് നമ്മളിവിടെ പറഞ്ഞല്ലോ. അതേപോലെ ഓരോ ഇസ്മുകൾക്കും ഓരോ അദദ് ഉണ്ട്. ആ അദദ് അനുസരിച്ച് ചൊല്ലി പൂർത്തീകരിക്കണം അസ്മാഉൽ ഹുസ്നയുടെ റിയാള പൂർത്തിയാക്കി വീട്ടാൻ. അപ്പൊ റിയാള പൂർത്തിയാക്കി വീട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ റിയാള പൂർത്തിയാക്കി വീട്ടാ. അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് കണ്ട് മനസ്സിലാക്കി ചെയ്യാം. ഇനി കൂടുതൽ വീഡിയോസുകളൊക്കെ ഏതാണ് വീഡിയോ എന്നറിയാൻ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഷോർട്ട് വീഡിയോയിൽ ഏത് വീഡിയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ പ്രത്യേകം അതിൽ പറയുന്നുണ്ട്.
ഇൻഷാ അല്ലാഹ്. അത് ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് അത് ചൊവ്വാഴ്ചകളിൽ, ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിക്കേണ്ടതാണ് ഞായറാഴ്ച 10 മണിക്ക്. വളരെ പെട്ടെന്ന് തന്നെ ചിലരൊക്കെ ഞായറാഴ്ച ഒരു 4 മണിക്കൊക്കെ വിളിച്ചു നോക്കുമ്പോഴേക്ക് ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സന്തോഷവും നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ശിഷ്ടകാലം റബ്ബിന്റെ തൗഫീഖിലും തൃപ്തിയിലുമായി നമുക്ക് ജീവിക്കാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.